പ്രിയമുള്ളവരെ നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. ദിലീപ് കുറ്റക്കാരനല്ലാന്ന് കണ്ടെത്തി പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയില്ല. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. കാരണം പറഞ്ഞാൽ പണത്തിന് മേൽ ഏത് കോടതിയാണ് ഉള്ളത്? ഇതാണ് ഇന്ത്യ മഹാരാജ്യം. ഇത് ഇന്ത്യ മഹാരാജ്യം നടക്കുള്ളൂ. ഒരു കേസിന് വിധി പറയാൻ 8 വർഷം എടുത്തു. വേറൊക്കെ രാജ്യത്തിൽ 3-4 ദിവസമേ ഉള്ളൂ. അതുപോട്ടെ, റിപ്പോർട്ട് ചാനൽക്കാർ ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞതാണ്. ഒരുപാട് ആൾക്കാർ മൊഴിമാറ്റി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടെന്ന് പറയും. ഒരു ആക്ടറല്ല നമുക്ക് പ്രധാനം, ഇവിടുത്തെ നിയമങ്ങളാണ് നമുക്ക് പ്രധാനം. നിയമം ആൾക്കാർക്ക് തുല്യമായി കിട്ടണം. കാരണം പറയുമ്പോൾ ഇനി മേൽക്കോട്ട് പോയിട്ട് അപ്പീൽ കൊടുത്തിട്ട് വീണ്ടും 8 വർഷം കളയാൻ എന്തൊക്കെ സംഭവം. നമ്മുടെ നാടെന്ത് ഇങ്ങനെയാണ്? എപ്പോഴാണ് നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പണമുള്ളവന് മാത്രം, പണമില്ലാത്തവന് എന്നും പൊട്ടം തന്നെ. ദിലീപിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, സംഭവം ശരിയാ. ആ ഫാൻസ് ആൾക്കാരൊക്കെ ഒരു കാരണമില്ലാതെ ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ലഡ്ഡു വിതരണം ചെയ്യുന്നു. പറഞ്ഞ കാര്യമില്ല. അതിൽ 6 പേര് ശിക്ഷിച്ചെന്ന്. ഈ 6 പേർ ശിക്ഷിച്ച് ദിലീപ് ബലാത്സംഗത്തിനില്ലായിരുന്നു, ശരിയാണ്. എനിക്ക് പേരിപ്പിച്ച് തരാം, എനിക്ക് ക്യാഷ് കൊടുത്ത് തരാം, അത് നോക്കണ്ടേ? എന്തിനാണ് പൾസർ സുനി ഈ ദിലീപിന് കത്തയച്ചത്? പണം മുഴുവൻ കിട്ടിയില്ലാണ്ട് ഒരുപാട് വീടിൻ്റെ മുമ്പിലൊക്കെ പറഞ്ഞതിനാണ്. ദിലീപ് കുറ്റക്കാരനാണോ? ഉദാഹരണത്തിന് കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും കുറ്റം ചെയ്യാൻ പേരിപ്പിച്ചതും അതിന് തുല്യമായ പണം ഇറക്കിയാനും കുറ്റക്കാരനല്ലേ? എന്തൊക്കെ ചെയ്യാനാ? പറഞ്ഞ കാര്യമില്ല. ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ രാജ്യം. എന്നും ബഹുമാനിക്കുന്നതാണ് നമ്മുടെ ലോക്ക്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയാലേ എങ്ങനെ വിശ്വസിക്കാനാ? എങ്ങനെ ഇരിക്കാനാ? ഇനിയുള്ള ആൾക്കാർ ഈ ഇതിന് നടിയായാലും എന്നുള്ള ആൾക്കാർ എങ്ങനെ നിൽക്കാനാ? നമ്മുടെ നിയമം ഇങ്ങനെ ആയാലും പണമുള്ളവൻ്റെ ഒരു നിയമം, പണമില്ലാത്തവൻ്റെ ഒരു നിയമം. വല്ലാത്തൊരു വിഷമുണ്ട് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ. വല്ലാത്ത വിഷമുണ്ട്. നിയമത്തിന് വിശ്വാസം ഇല്ലാതായി പോകുന്നു. അല്ലെങ്കിൽ എന്നാ നിയമത്തിന് വിശ്വാസം വന്നത്? ഒരു കേസ് തെളിയിക്കാൻ 8 വർഷം. പറഞ്ഞ കാര്യമില്ല. അതാണ് സംഭവം. ഇതുകൊണ്ട് ഇനി മോൾക്കോടതിയിൽ പോയിട്ട് ഇനി എപ്പോൾ വിധി പ്രഖ്യാപിക്കാനാ? ഇനിയും 10-20 വർഷക്കാരെടുത്താലേ ദിലീപിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. അതാണ് സംഭവം. അതല്ല, ഈ കുറച്ച് മുമ്പ് തന്നെ എനിക്കിത് മനസ്സിലായി, ഇതിങ്ങനെ തന്നെ തീരും. അതുകൊണ്ട് ഞാൻ മുടങ്ങാതെ ഈ ന്യൂസ് മൊത്തത്തിൽ ലൈവായിട്ട് കേട്ടു. അതാണ് സംഭവം. പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം. പണമില്ലാത്ത നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാർ പോയി സഫറംഗി സിന്ദഗി ജോ കബി ഖത്തം നഹീ ഹോ ജായേഗാ. ഓക്കെ, എന്നാൽ നന്ദി, നമസ്കാരം.